കേവലം ഒരു വിശ്വാസം മാത്രമല്ല ഇസ്ലാം. ഞാൻ പറഞ്ഞു വരുന്നത്, വ്യഭിചാരോ നിർത്താൻ പറ്റില്ലേ? ഒരൊറ്റ മണിക്കൂർ വേണ്ട. ഇവിടെ നമ്മളത് പറയുമ്പോൾ അത് വർഗീയതയായി തോന്നിപ്പോകരുത്. വർഗീയത പറയല്ല. ഇന്ത്യക്ക് സമാധാനം വേണം. ഇന്ത്യയായി നിലനിൽക്കുന്നു. ഇന്ത്യ എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഓൺലി. ലോകം തന്നെയാവട്ടെ, ഇസ്ലാമിനെ ഫോളോ ചെയ്യൽ മാത്രമേ മാർഗമുള്ളൂ. ബോംബെയില് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ 4 ആള് കൂടിയിട്ട് ഒരു പാവപ്പെട്ട പെണ്ണിനെ ബലാത്സംഗം ചെയ്ത് അവളുടെ ജനനേന്ദ്രിയത്തിന്റെ ഉള്ളിലൂടെ ആന്തരികാവയവം പുറത്തു ചാടി അവസാനം സിംഗപ്പൂരിൽ വെച്ച് ദാരുണ മരണത്തിന് വിധേയമായ ബോംബെ എന്ന് പറയുന്ന രാജ്യത്തെ ഞെട്ടിപ്പിച്ച ആ പെൺകുട്ടിയുടെ മരണം നമുക്കൊക്കെ അറിയാം. പ്രിയപ്പെട്ടവരെ, ആ പെൺകുട്ടി ദാരുണമായി കൊല ചെയ്യപ്പെട്ടപ്പോ ഈ നാട്ടിലെ വലിയ ചാനലുകാരനായ ഏഷ്യാനെറ്റുകാരൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു സിനിമാ നടനെ ഫോണിൽ വിളിച്ചു, ലൈവായി ചാനലിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, സാർ, ഇമാതിരി ബലാത്സംഗങ്ങൾ തടയാൻ, ഇമാതിരി കൊലപാതകങ്ങൾ ഇല്ലാതെയാവാൻ സാറിന് എന്താണ് ഒരു സജഷൻ, നിർദ്ദേശം പറയാനുള്ളത്? സിനിമാ നടനായ സുരേഷ് ഗോപിക്ക് പറയാനുള്ളത്, അദ്ദേഹം നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയ ആളാണ്, ഗുജറാത്തിൽ പോയി വന്ന ആളാണ്, അവിടെ ഇവിടേക്ക് പോയി ലോകപരിചയമുള്ള ആളാണ്, ഒക്കെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊറ്റ സജഷനേ ഉള്ളൂ, ഇവിടെ ഇസ്ലാമിക ഭരണം കൊണ്ടുവരണം, ഇവിടെ സൗദി അറേബ്യയെ ഫോളോ ചെയ്യണം, ഇവിടെ അറേബ്യയിലെ ഗൾഫ് നാടുകളെ ഫോളോ ചെയ്യണം. ഇവിടെ സുരേഷ് ഗോപി വിളിച്ചു പറഞ്ഞു. ആർക്കും പരാതി ഉണ്ടായില്ല. അതൊരു തലയെക്കെട്ടും താടിയും വെച്ച മുസ്ലിയാരാണ് വിളിച്ചു പറഞ്ഞതെങ്കിൽ മുസ്ലിയാർ വർഗീയത പറഞ്ഞു, പ്രകോപനപരമായി പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്തേനെ. പക്ഷെ ആള് സുരേഷ് ഗോപി ആയതുകൊണ്ട് ആർക്കും പരാതിയില്ല. അതിന്റെ മുമ്പേയും പറഞ്ഞു, സാക്ഷാൽ മഹാത്മജി പറഞ്ഞു, ഇന്ത്യയിൽ സത്യസന്ധമായ ഭരണം നടത്താൻ ആം ആദ്മി പാർട്ടിക്ക് സാധ്യമല്ല. ഐ ഡെഫിനിറ്റ്, ഐ ഗ്യാരണ്ടി, ഐ വാറണ്ടി. ഒരു പാർട്ടിക്കും സാധ്യമല്ല. അരവിന്ദ് കെജ്രിവാളെ പോലെ 1000 കെജ്രിവാൾ വന്നാലും ഇവിടെ സാധ്യമല്ല. കാരണം എന്താണെന്നറിയോ? ഇവിടുത്തെ നിയമവ്യവസ്ഥിതികളും ഇവിടുത്തെ കാര്യങ്ങളും അത് നിലക്കാ കിടക്കുന്നത്. അതുകൊണ്ട് ഗാന്ധി പറഞ്ഞത് കോൺഗ്രസ്സുകാരോട് നിങ്ങളെല്ലാം ഇറങ്ങിയിട്ടൊരു നല്ല ഭരണം ഉണ്ടാക്കൂന്നല്ല പറഞ്ഞത്. ഗാന്ധി പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു ശുദ്ധമായ ഭരണം ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നെഹ്റുവിന്റെയും അംബേദ്കറുടെയും മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഉമറിന്റെ ഭരണം ഇവിടെ കൊണ്ടുവരണം, ഉമറിന്റെ ഭരണം ഇവിടെ ഫോളോ ചെയ്യണം. ഉമറിന്റെ ഭരണത്തിനുള്ള പ്രത്യേകത എന്താ? ബലാത്സംഗം ഉണ്ടാവില്ല. ഓടുന്ന ബസ്സിലല്ല, നടന്നു പോയാലും 12 മണിക്ക് ഒരു പെണ്ണിതിയാനെ ഷെഡിടാതെ നടന്നു പോയാലും ഒരുത്തന്റെയും കണ്ണ് അങ്ങോട്ട് നോക്കില്ല, പൊന്തത്തില്ല. സാധനം എന്താണെന്നറിയോ? ശിക്ഷ എന്ന് പറഞ്ഞാൽ കോയിത്തോളിലുകൊണ്ട് തൊടുന്നതായി പോകരുത്. നമ്മുടെ നാട്ടിലിപ്പുള്ള കുഴപ്പതാ, ശിക്ഷിക്കപ്പെട്ടവനൊക്കെ പർദീസയിൽ സരിത വിലസുന്ന പോലെ വിലസുകയാണ്. കണ്ടില്ലേ? ശിക്ഷിക്കപ്പെട്ടവരൊക്കെ വലിയ വലിയ VIP-കളാണ്. അവർക്ക് ഫോൺ കൊടുക്കുന്നത് DYSP, സാരി തിരുമ്പി കൊടുക്കുന്നത് IG, കൂടെ കൊണ്ടുപോയി നടക്കുന്നത് VIPs. അതാണ് ജനാധിപത്യം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഇസ്ലാം മതം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം ഇവിടെ വേണമെന്ന് ഗാന്ധിജി പറഞ്ഞത്, വ്യഭിചാരം ഇവിടെ ഉണ്ടാവില്ല, അഴിമതി ഉണ്ടാവില്ല, കറപ്ഷൻ ഉണ്ടാവില്ല. ഇസ്ലാം ലോകത്തും ഒരു മഹത്വമായിരിക്കുന്ന മതം ഭരണം കാണിച്ചു കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുത്തു. അത് മനസ്സിലാക്കിയിട്ടാ ഗാന്ധിജി പറഞ്ഞത്, ഇന്ത്യയിൽ ഇസ്ലാമിന്റെ ഉമറിന്റെ ഭരണം വേണമെന്ന്. മദീനയിലെ ഖാദി, മദീനയിലെ ചീഫ് ജസ്റ്റിസ്, മദീനയിലെ ഭരണാധികാരി എല്ലാം ഉമറുൽ ഫാറൂഖാണ്. അതാണ് ഇസ്ലാമിന്റെ പോളിസി കേട്ടോ. എന്റെ ഉസ്താദുമാർ ഇവിടെ വാത് കേൾക്കാൻ വന്നിട്ടുണ്ട്. അവരോടാ എനിക്ക് പറയാനുള്ളൊരു കാരണം, നമ്മൾ കേവലം ഉസ്താദുമാരായി ചടഞ്ഞു ഒതുങ്ങി കൂടിയിരിക്കേണ്ടവരല്ല. ഉസ്താദ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ 24 മണിക്കൂർ ഇരിക്കുന്നത്, അവിടെ പള്ളിയിൽ ബാങ്ക് വിളിച്ച്, അവിടെ പള്ളിയിൽ ഇമാമ് നിന്ന്, ആ അട്ടിപ്പാത്രത്തിൽ കൊണ്ടുവരുന്ന ചോറും തിന്ന്, സർവ്വ കൊളസ്ട്രോളും അതുപോലെ തന്നെ ഷുഗറും പ്രഷറും അറ്റേക്കൊക്കെ തോളിലേറി ഒരു മന്ദബുദ്ധിയായി ഒരു പള്ളിയുടെ മൂലയിൽ ഫാലു പറഞ്ഞിട്ട് ആദ്യം മുതൽ അവസാനം വരെ അവിടെ ഹോമിച്ചിരിക്കണമെന്ന കൺസെപ്റ്റ് ആരാരുണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ ലാദിരി, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. അതെവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒന്നും അതിന് സ്ഥിരതയില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണ് ലോകത്തെ മുസ്ലിയാക്കന്മാരുടെ നേതാവ്. റസൂലുള്ളാഹി ആരായിരുന്നു? മദീനയിലെ ഭരണാധികാരി, മദീനയിലെ ചീഫ് ജസ്റ്റിസ്, മദീന പള്ളിയിലെ ഇമാം. മരിക്കുന്ന സമയം വരെ പനി പിടിച്ചുകൊണ്ട് തന്റെ ശരീരം തളർന്നുകൊണ്ട് ആയിഷയുടെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ സഫർ മാസത്തിൽ പനി പിടിച്ചുകൊണ്ട് റെസ്റ്റ് എടുക്കുന്ന സമയം വരെ
ഭരണാധികാരിയാണ്, ചീഫ് ജസ്റ്റിസാണ്, കമാൻഡറാണ്, സർവ്വസൈന്യാധിപനാണ് റസൂലുള്ളാഹി തങ്ങള്. പോരാ മദീനത്തെ മസ്ജിദുൻ നബവിയിലെ മുറതെറ്റാതെ ജമാഅത്തിന് ഇമാമതിക്കുന്ന പള്ളിയിലെ ഇമാമാണ്. ഒരൊറ്റ വഖത്ത് ജമാഅത്ത് റസൂലുള്ള തെറ്റിക്കുന്നില്ല. അവസാനം പനി പിടിച്ചുകൊണ്ട് അള്ളാന്റെ റസൂലിന് പള്ളിയിൽ വരാൻ കഴിയാതെ വന്നപ്പോ ബഹുമാനപ്പെട്ട അലിയാരുടെ തോളിലും മറ്റൊരു സഹാബിയുടെ തോളിലും തൂങ്ങിയിട്ട് അള്ളാന്റെ റസൂല് സുബഹി നമസ്കാരത്തിന് ഇമാമതിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കടന്നുപോയ സംഭവം ഹദീസിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മദീനയിലെ പള്ളിയിലെ ഇമാമായിരിക്കുമ്പോൾ തന്നെ, മദീനയിലെ പള്ളിയിലെ മുദർരിസായിരിക്കുമ്പോൾ തന്നെ, മദീനയിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്നു, മദീനയിലെ രാജാവായിരിക്കുന്നു. യുദ്ധം വരുമ്പോ സർവ്വസൈന്യാധിപനാണ്. പടക്കളത്തിൽ മാറി നിൽക്കുന്ന നേതാവല്ല റസൂലുള്ളാഹി തങ്ങള്. ഉഹദ് യുദ്ധത്തിൽ സഹാബത്തിന്റെ കൂടെ നിന്നുകൊണ്ട് പടപൊരുതിക്കൊണ്ട് അള്ളാന്റെ റസൂലിന്റെ മുൻപല്ല് പൊട്ടിയ ചരിത്രം നമ്മൾ കിതാബുകളിൽ വായിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ ചെരിവിരല് കൊത്തി എരിഞ്ഞു പോയ സംഭവമുണ്ട്. അള്ളാന്റെ റസൂൽ എപ്പോഴാണ് പറഞ്ഞു പോയത്? ഹൽ അൻതി ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മാലാഖീതി. ചെറുവിരലിൽ നിന്ന് രക്തം വാർന്നൊഴുകി റസൂലുള്ളാഹിന്റെ ഉഹദിൽ വെച്ചുകൊണ്ട് പടക്കളത്തിൽ 1-ാം നമ്പർ പടയോദ്ധാവാണ് റസൂലുള്ളാഹ്. ജുഡീഷ്യറിയിലെ ചീഫ് ജസ്റ്റിസ് ആണ് റസൂലുള്ളാഹ്. ഭരണക്കസേരയിലിരിക്കുമ്പോ രാജാവാണ് റസൂലുള്ളാഹി. പള്ളിയിൽ വരുമ്പോ ഇമാമാണ് റസൂലുള്ളാഹി. വെള്ളിയാഴ്ച പള്ളിയിലെ ഖത്തീബാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഏത് കാറ്റഗറിയിൽ റസൂലുള്ളാഹിനെ വെച്ചാലും എല്ലാത്തിലും ഒന്നാമൻ റസൂലുള്ളാഹിയാണ്. അതാണ് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അംബിയാക്കളുടെ അനന്തരാവകാശികളാകുന്ന പണ്ഡിതന്മാർ ഈ മാതൃകയാണ് ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ പണ്ഡിതന്മാരായിരിക്കുമ്പോൾ നമ്മൾക്ക് വക്കീലന്മാരാവാം. നമ്മൾ പണ്ഡിതന്മാരായിരിക്കുമ്പോൾ നമുക്ക് കോടതിയിലെ ജഡ്ജിമാരാവാം. നമ്മൾ പണ്ഡിതന്മാരായിരിക്കുമ്പോൾ പാർലമെന്റിലെ MP ആവാം. നമ്മൾ പണ്ഡിതന്മാരായിരിക്കുമ്പോൾ നിയമസഭയിലെ MLA-മാരാവാം. നമ്മൾ പണ്ഡിതന്മാരായിരിക്കുമ്പോൾ സയന്റിസ്റ്റ് ആവാം. നമ്മൾ പണ്ഡിതന്മാരായിരിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരാവാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാക്ടിക്കലായി ലോകത്തങ്ങോട്ട് കാണിച്ചു കൊടുത്തു. മദീന പള്ളിയിലെ ചീഫ് ഇമാം ഉമർ റളിയല്ലാഹു അൻഹു, കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഉമർ റളിയല്ലാഹു അൻഹു, പള്ളിയിലെ ഖത്തീബ് ഉമറുൽ ഫാറൂഖ്, യുദ്ധക്കളത്തിലെ നേതാവ് ഉമറുൽ ഫാറൂഖ്, അതുപോലെ തന്നെ CID ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ ഉമറുൽ ഫാറൂഖ്, എല്ലാ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനത്തെ പള്ളിയില്, മദീനത്തെ കോടതിയില് കേസ് കേട്ടുകൊണ്ടിരിക്കുക അമീറുൽ മോമിനീൻ 2ാം ഖലീഫ. അപ്പോഴാണ് ഒരു പെണ്ണ് അപ്രതീക്ഷിതമായി സദസ്സിലേക്ക്, ഉമറുൽ ഫാറൂഖിന്റെ മജ്ലിസിലേക്ക് ഒരു പെണ്ണ് കയറി വന്നു. ഒക്കത്തൊരു കുട്ടി ഇരിക്കുന്നുണ്ട്. ആ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, അമീറുൽ മോമിനീൻ, എനിക്കൊരു സങ്കടം പറയാനുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറയാ, എന്താ നിന്റെ സങ്കടം? ആ പെണ്ണ് പറഞ്ഞപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ നിന്റെ സങ്കടം. പെണ്ണ് പറഞ്ഞു, അമീറുൽ മോമിനീൻ, എന്റെ ഈ ഒക്കിലിരിക്കുന്ന കുട്ടിയുണ്ടല്ലോ, കുഞ്ഞ്, ഈ കുഞ്ഞ് നിങ്ങളുടെ മകന്റെ കുട്ടിയാണ്, അതായത് നിങ്ങളുടെ പേരക്കുട്ടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു. എന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, ഹദീസ് പണ്ഡിതൻ, അല്ലാഹുവിന്റെ റസൂൽ യാ ബുനയ്യ ലാ തൻസാനി ഊസികും ബിദ്ദുആ എന്ന് ഉംറക്ക് പോകുന്ന സമയത്ത് റസൂലുള്ളാഹി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, ആ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ മകനോ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, ഉമറുൽ ഫാറൂഖിന്റെ മൂത്ത മകൻ. ഉമറുൽ ഫാറൂഖ് ചോദിച്ചു, പെണ്ണെ, എന്റെ മകന്റെ കുട്ടിയോ? അതെ, നിങ്ങളുടെ മകന്റെ കുട്ടി വ്യഭിചരിച്ച്, എന്നെ നിങ്ങളുടെ മകൻ വ്യഭിചരിച്ചിട്ട് അതിലുണ്ടായ കുട്ടിയാണ് ഈ കുട്ടി. ഉമറുൽ ഫാറൂഖ് ചോദിച്ചു, ഏത് മകൻ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആണോ? അല്ല, ഇന്നാലിന്റെ മകൻ, പേരങ്ങ് പറഞ്ഞു. ഉമറുൽ ഫാറൂഖ് ഉടനെ തന്നെ വായ അടക്കല്ല ചെയ്തത്, സഹാബത്തിനോട് പറയാ, അവളെ പുറകു വശത്തിൽ വിളിച്ചുകൊണ്ടിട്ട് എന്തെങ്കിലും ചില്ലറ കൊടുത്ത് വേഗം ഒഴിവാക്കി, പുലിവാലി പോട്ടെ എന്നല്ല പറയണത്. ആരെവിടെ? പട്ടാളക്കാരോട് വരാൻ പറഞ്ഞു. തന്റെ ആരോപണ വിധേയനായി ആ മകനെ കൊണ്ടുവരാൻ പറഞ്ഞു കോടതിയിൽ. ഉമറുൽ ഫാറൂഖിന്റെ മകൻ വീട്ടിൽ ചെന്നപ്പോ ഭക്ഷണം കഴിക്കുക. പട്ടാളക്കാർ പറഞ്ഞു, ഖലീഫ വിളിക്കുന്നുണ്ട്. ഭക്ഷണപാത്രത്തിൽ നിന്ന് കൈകരി നീച്ചു. ഉമറുൽ ഫാറൂഖ് വാപ്പാടെ മുമ്പിൽ വന്നു. വാപ്പ, എന്താ? ആ നിൽക്കുന്ന പെണ്ണിനെ നീ അറിയോ? അറിയും. ആ കുട്ടിയെ അറിയോ? അറിയും. ഏതാ കുട്ടി? എന്റെ കുട്ടിയാ. ഏതാ പെണ്ണ്? ഞാൻ വ്യഭിചരിക്കപ്പെട്ട പെണ്ണാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിവാഹിതൻ വ്യഭിചരിച്ചാൽ അതിനുള്ള ശിക്ഷ എന്താ ഇസ്ലാമില്? 100 അടി.
പിന്നെ നാട് കടത്തും ചെയ്യും. അത് നടപ്പാക്കാൻ പറഞ്ഞു. വിവാഹം കഴിച്ചവൻ വ്യഭിചരിച്ചാലോ എറിഞ്ഞങ്ങ് കൊല്ലണം. അപ്പോഴാണ് നമുക്ക് ചോദ്യം വരുന്നത്, അങ്ങനെ കണ്ട ആൾക്കാരൊക്കെ എറിഞ്ഞു കൊല്ലുകയാണെങ്കിൽ ഇപ്പോ വ്യഭിചരിക്കുന്നവരെ മുഴുവൻ എറിഞ്ഞു കൊന്നാൽ പിന്നെ നാട്ടില് എല്ലാരും കൊല്ലേണ്ടി വരും, ആരും ഉണ്ടാവില്ല നല്ലൊരു എന്നൊരു ചോദ്യം. ആ ചോദ്യമേ അപ്രസക്തമാണ്. കാരണം ഒരാളെ കൊല്ലേണ്ടി വരുള്ളൂ, മാക്സിമം ഒരാളെ. ശരിക്കും നമ്മുടെ നാട്ടിൽ പരസ്യമായിട്ട് വിചാരണ ചെയ്ത് കോടതി കൊല്ലേണ്ടത് പരസ്യ ശിക്ഷ നടപ്പാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പോ പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ നുഴഞ്ഞു കയറി വന്ന ബോംബെ താജ് ഹോട്ടലിൽ 160 മനുഷ്യന്മാരുടെ ജീവഹാനി നടത്തിയ 10 ഭീകരന്മാരിൽ ഒരാളെന്ന് പറയപ്പെടുന്ന പാകിസ്ഥാനിയായിരുന്ന മുഹമ്മദ് അൽ കസബിനെ ഇന്ത്യയിലെ ജയിലിൽ രഹസ്യമായി തൂക്കിക്കൊന്നു. ആരെയും കാണിച്ചില്ല. എന്തിനാണത്? അത് ലൈവായി കാണിച്ചു കൊടുക്കൂ നിങ്ങൾ. ഇന്ത്യയിലെ പാർലമെന്റ് മന്ദിരത്തെ ആക്രമിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന മുഹമ്മദ് അഫ്സൽ ഗുരുവിനെ രഹസ്യമായി കൊണ്ടുപോയിട്ടാണ് ജയിലിന്റെ അകത്ത് തൂക്കിക്കൊന്നത്. എന്തിനാണത്? പരസ്യമായി കൊല്ലൂ നിങ്ങള്. അങ്ങനെ കൊല്ലുമ്പോ ഖുർആൻ പറഞ്ഞു, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. കൊന്നവനെ കൊല്ലുന്നതില്, കട്ടവന്റെ കൈമുറിക്കുന്നവര്, കൊന്നവനെ കൊല്ലുന്നതില് ജനങ്ങളെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ജീവനുണ്ട്, ജീവിതമുണ്ട്. ഒരാളെ കൊന്നവനെ കൊല്ലുന്നത് കാണുമ്പോ പിന്നെ മറ്റുള്ളവരെ ആരും കൊല്ലാൻ പോകില്ല. അതുകൊണ്ട് ശിക്ഷകളൊക്കെ പരസ്യമായി നടപ്പാക്കണം എന്നാണ് ഇസ്ലാമിന്റെ പോളിസി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിടിച്ചു കെട്ടുക മദീന പള്ളിയുടെ തൂണിന്റെ മുകളില്. സഹാബത്ത് കൊണ്ടുപോയി കൈ പിടിച്ചു കെട്ടി. ഒരു പട്ടാളക്കാരന്റെ കയ്യിൽ ഒരു ചാട്ടവാറ് കൊടുത്തു, അടിക്കുക ഉമറിന്റെ മകന്റെ പുറത്ത്. അടി അങ്ങ് തുടർന്നു. അടി തുടർന്നപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ മകൻ നിന്നുകൊണ്ട് വിയർക്കുകയാണ്, നിലവിളിക്കുകയാണ്, കരയുകയാണ്, പറയുകയാണ്, പിതാവേ, അടിയുടെ കാഠിന്യം സഹിക്കാൻ പറ്റുന്നില്ല, എന്റെ പുറത്തുനിന്ന് രക്തം ഒഴുകി ഒലിക്കുകയാണ്, എനിക്കാണെങ്കിൽ ദാഹിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ പരവശനാണ്, അതുകൊണ്ട് കനിവ് കാണിക്കണം പിതാവേ. അടിയൊന്ന് നിർത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം തന്നൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ അടിക്കാൻ തയ്യാറാണ്, അടികൊണ്ടോളാം. അതുകൊണ്ട് എന്റെ അടിയൊന്ന് നിർത്തി എനിക്കിടയ്ക്കിടയ്ക്ക് വെള്ളം തരണം, ഒരു ചെറിയ എക്സ്ക്യൂസ് എനിക്ക് തന്നൂടെ എന്ന് മകൻ ബാപ്പാട് വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ആ സമയത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മകന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയാണ്, മോനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹയാത്ത് കാലത്ത് മദീനത്തെ പള്ളിയില് ഇതുപോലെ വ്യഭിചാരിയെ തല്ലുന്ന ശിക്ഷയ്ക്ക് ഉമർ സാക്ഷിയായിട്ടുണ്ട്. പക്ഷേ നീ ആവശ്യപ്പെടുന്ന പോലെ റസൂലുള്ളാഹിനോട് ആ വ്യഭിചാരി ആവശ്യപ്പെട്ടില്ല. റസൂലുള്ള യാതൊരുവിധ കൺസിഡറേഷനും ചെയ്തു കൊടുത്തില്ല. അതുകൊണ്ട് നിനക്ക് പ്രത്യേകമായ ഒരു കാര്യം ഇവിടെയില്ല. അടിയങ്ങ് തുടരട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആജ്ഞ വന്നുപോയി. അടികൊണ്ട് ബോധം കെട്ട് ഉമറിന്റെ മകൻ നിലത്തി വീഴുന്നത് വരെ അടി തുടർന്നു പോയി. പുറത്തുനിന്ന് തൊലിയുടെ പാടുകൾ പിടപെടാ എന്ന് ചാട്ടയുടെ മുകളിലൂടെ പൊഴുതിറങ്ങുന്നത് വരെ അടി തുടർന്നു പോയി. ഈ ഇസ്ലാമിന്റെ നിയമം ലോകത്ത് നടപ്പാക്കി കാണിച്ചു കൊടുത്തു ഉമറുൽ ഫാറൂഖ്.